ഹലോ, ഇതെങ്ങോട്ടാ നടന്ന് നടന്ന് പോകുന്നതെന്നായിരിക്കും. ഒന്നും പറയണ്ട, നേരം വെളുത്തിട്ടുള്ളൂ കേട്ടോ. 7 മണിയായിട്ടുള്ളൂ, 7:15 ആകുന്നുള്ളൂ. പിന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഓട്ടോ ആണെങ്കിൽ വരുന്നേയും കാണുന്നില്ല. അപ്പം ഞാൻ കുറച്ച് നേരം അങ്ങോട്ടേക്ക് നടന്നത്. അപ്പോഴത്തേക്ക് ഓട്ടോ വന്നേ, അതിനകത്തോട്ട് കയറിപ്പോയി വീട്ടിലെത്തി. കൃഷി ഓഫീസിൽ പോകാനാട്ടോ കുറച്ച്. അവിടെ തക്കാളി തൈ, വെണ്ടക്ക തൈ, അങ്ങനെ തൈകളൊക്കെ കൊടുക്കുന്നുണ്ട്. മുളകും തൈയൊക്കെ, അതിന് പയറും തൈയൊക്കെ. അപ്പം അമ്മ ഇവരെ കൂടെ എന്നെ പറഞ്ഞു വിടുന്ന വീട്ടിലെ ഇത് മേടിക്കാൻ വേണ്ടിയിട്ട്. അമ്മേൻ്റെ കൂട്ടുകാരിയാണ് കേട്ടോ. അപ്പോൾ ഇവരെ കൂടെ എന്നെ പറഞ്ഞു വിട്ടു. അവിടെ 8:30-കൊക്കെ ഉണ്ടോ ഓഫീസ് തുറക്കുന്നത്. രാവിലെ പൊലച്ചക്ക് വിളി തുടങ്ങി, നീ ഇറങ്ങിയില്ല മറ്റേ. അവിടെ പോയി പിന്നെ കുറച്ച് സമയത്തേക്ക് ആൾക്കാർ വന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് ഇതെല്ലാം മേടിച്ച് പോയി. 10 മണിയായി അവിടെ ഇരുന്ന്. പിന്നെ വിശന്നിട്ട് പറ്റുന്നില്ലായിരുന്നു. ബാക്കി എല്ലാവരും പോയി. ചേച്ചിക്ക് കുറച്ച് തൈയൊക്കെ പുറത്തുനിന്ന് മേടിക്കണമായിരുന്നു. പച്ചക്കറി നന്നായിട്ട് നടും ഈ ചേച്ചി, എല്ലാ പച്ചക്കറിയും ഉണ്ടാക്കും. അപ്പം ഞാനെന്താക്കി, ചേച്ചീൻ്റെ കൂടെ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ പോയി. ചേച്ചി പണ്ടേ കയറുന്ന ഹോട്ടലാന്ന് പറഞ്ഞ് ആ ചിക്കൻ കറി കൂട്ടാനേ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അത് വെളുത്തിട്ട് എന്തോ ആയി കിടക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നും. ഞാൻ അതിൽ നിന്ന് ഒരു പൊറോട്ട എടുത്തിട്ട് ഞാൻ ചായയും കൂട്ടി കുടിച്ച്. പിന്നെ ഞാൻ എന്താക്കി, പിന്നെ പച്ചക്കറി ചേച്ചി മേടിക്കാൻ പോയപ്പോൾ ഞാനും ഇങ്ങനെ കുറച്ച് തൈ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ കൊണ്ട് നടാമല്ലോ, അങ്ങനെ മേടിക്കാൻ വേണ്ടി റംബൂട്ടാൻ്റെയൊക്കെ കുഞ്ഞു സൈസ് തൈ ഉണ്ടായിരുന്നു. അത് ഞാൻ രണ്ടെണ്ണമായിട്ട് ഞാനും അതും അങ്ങനെ എന്തൊക്കെയോ ഞാനും മേടിച്ച് അമ്മയ്ക്ക് അവിടെ കൊണ്ട് നടാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ വരുമ്പോൾ ഞങ്ങൾ എന്താക്കി, നടന്ന് ഒന്നും പറയണ്ട, പൊരും വെയിലെന്ന് പറഞ്ഞാൽ പൊരും വെയിലായിരുന്നു കേട്ടോ. കപ്പ വറുത്തത് ഉണ്ടായിരുന്നു റോഡ് സൈഡിൽ. കപ്പ വറുത്തൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മേടിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മേടിച്ച്, ഞാനും മേടിച്ച്, ചേച്ചിയും മേടിച്ച്. പിന്നെ എനിക്ക് പച്ചക്കറി മേടിക്കണമായിരുന്നു കേട്ടോ. ചേച്ചിക്ക് എന്തെങ്കിലും മേടിക്കാൻ അപ്പുറം കടയിൽ പോയി. ഞാൻ എന്താക്കി, കുറച്ച് എന്ന് വെച്ചാൽ അമ്മു വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പച്ചക്കറി കുറച്ച് കൂടുതൽ മേടിക്കാമെന്ന് വിചാരിച്ചു. 2-3 ദിവസത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പച്ചക്കറി മേടിച്ച്. വെയിൽ നല്ല വെയിൽ, നമ്മൾ മൊരിഞ്ഞു പോയി കേട്ടോ. മൊരിഞ്ഞെന്ന് സത്യത്തിൽ നല്ല കരിവാളിപ്പ് വന്നു മുഖത്തൊക്കെ. അങ്ങനെ ഒരു മോരും മേടിച്ച് കുടിച്ച്. പച്ചക്കറി മേടിച്ച് തൊട്ടിപ്പുറത്ത് മോരുണ്ടായിരുന്നു കേട്ടോ. തൈര് മേടിക്കാൻ പോയതാണ് ഞാൻ. അടിപൊളി നല്ല തണുത്ത മോരുണ്ട്, അതും മേടിച്ച് കുടിച്ച്. പിന്നെ വന്ന് മീൻ മാർക്കറ്റിൽ വന്ന് മീനും മേടിച്ച്. അങ്ങനെ പറയണ്ട, വെയിലെത്തി നടന്ന് പിന്നെ വീട്ടിലെത്തിയപ്പോൾ അമ്മയില്ല അവിടെ. അവിടെ ഇരുന്ന് വീടൊക്കെ തുറന്ന് ലേശം വെള്ളമൊക്കെ എടുത്ത് കുടിച്ച്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കപ്പ വറുത്തൊക്കെ തിന്നുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കും അമ്മ വന്നു കേട്ടോ. വെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനങ്ങനെ ടൗണിൽ കൂടെ ഇവിടുന്ന് കുറച്ചപ്പുറത്ത് നടക്കണമെങ്കിൽ ഞാൻ ഒരു 30 രൂപയോ 10 രൂപയോ കൊടുത്ത് ഞാൻ ഓട്ടോയിലേ പോവുള്ളൂ. ഞാനിങ്ങനെ നടക്കലേ ഇല്ല. വെയിലത്ത് കൂടെ നടന്ന് പരിവായി അന്ന്. എന്നിട്ട് പിന്നെ അമ്മ വന്നു കേട്ടോ. അമ്മ വന്നപ്പോൾ അമ്മേൻ്റെ തൈയൊക്കെ ഞാൻ എടുത്തു കൊടുത്ത്. മുളകും തൈ, കാബേജ്, എന്തൊക്കെയോ പയർ, അങ്ങനെ എന്തൊക്കെയോ തൈകളുണ്ടായിരുന്നു. അതെല്ലാം കൂടി അമ്മയ്ക്ക് എടുത്തു കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്കും വേണം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് സുജീഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സുജീഷേട്ടൻ വീട്ടിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മാലയൊന്ന് പൊട്ടിപ്പോയിട്ടോ. ഞാനത് കുളത്തിൻ്റെ അവിടെ വിളക്കിക്കാൻ വേണ്ടി കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. പിന്നെ അതിനെ എന്നെ പൂരെ ചീത്തയായിരുന്നു. വീട്ടിൽ കയറി വന്നവിടെ. അപ്പം എനിക്ക് സുജീഷേട്ടൻ്റെ വീഡിയോ എടുക്കാൻ തോന്നിയിട്ടില്ല. ഈ കവറ് കണ്ടോ, ഞാൻ 15 രൂപയാണ് കവറിന് കേട്ടോ. ഇത് അവിടുന്ന് കിട്ടിയതല്ല. അവിടുന്ന് വേറെ പുറത്തുനിന്ന് നമ്മൾ പച്ചക്കറി വിത്തുകൾ മേടിച്ചെടുത്തുനിന്ന് ഞാൻ മേടിച്ചതാണ് കേട്ടോ. എന്തെങ്കിലും എനിക്ക് നടാമെന്ന് വിചാരിച്ച് മേടിച്ചതാണ്. അങ്ങനെ അതെല്ലാം കൊടുത്ത്. പിന്നെ ഇതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. സുജീഷേട്ടൻ്റെ ചീത്തയും കേട്ട് ഞങ്ങൾ രണ്ടുപേരും എന്നെ കൂട്ടാൻ വന്നതാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പം ഈ തലേദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നു. വേറെ ഒന്നും ആക്കിയിട്ടില്ല. വേഗം വരുമെന്ന് വിചാരിച്ചു. വിശന്ന് പോയി. വീട്ടിലെത്തിയപ്പോഴത്തേക്കും പിന്നെ സുജീഷേട്ടനൊന്നും കഴിച്ചില്ല. പിന്നെ മത്തി മുളക് ഇട്ടതുണ്ടായിരുന്നു, അതും. പിന്നെ തൈരും കൂടി അതിനെ എടുത്ത് ചള്ളാസമാക്കി ഞങ്ങൾ രണ്ടുപേരും ചോറും കേട്ടോ. മീൻ വറക്കാൻ പറഞ്ഞിട്ട് വറുത്തിട്ടില്ല. പിന്നെ എനിക്കും അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഭക്ഷണവും കഴിച്ച്. പിന്നെ സുജീഷേട്ടൻ പോകുകയെന്ന് പറഞ്ഞിട്ട് പോയിട്ടോ. പിന്നെ എന്ന് വെച്ചിട്ട് ഞാൻ ഈ തൈരിലെ മുളക് തിന്നൂല. പച്ചമുളക് അരിഞ്ഞിടുന്നത് തിന്നൂല കേട്ടോ. അരിഞ്ഞിടും, പക്ഷെ തിന്നൂല ഞാൻ. അതെല്ലാം ഞാൻ പെറുക്കി പുള്ളിക്ക് കൊടുക്കുന്ന. പിന്നെ കറിയിലെ തക്കാളി, ഇതൊന്നും എനിക്കിഷ്ടമല്ല. അതെല്ലാം പെറുക്കി പുള്ളിക്ക് കൊടുത്തു കേട്ടോ. സുജീഷേട്ടന് അത് കൊടുത്തു. പിന്നെ സുജീഷേട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കടയിൽ പോയി കേട്ടോ. പിന്നെ ഞാൻ എന്തൊക്കെ കുറച്ച് സമയം അവിടെ കിടന്നിട്ട് എഴുന്നേറ്റ് മീനെല്ലാം ഒന്നും എടുത്തു വെച്ചിട്ടില്ലായിരുന്നു. മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇച്ചിരി. പിന്നെ മോള് വരുമെന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത്, അല്ലെങ്കിൽ ഞാൻ മേടിക്കൂലായിരുന്നു. 2-3 ദിവസത്തേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. കൂന്തൽ അവൾക്ക് ഇഷ്ടമാണ്. കൂന്തലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൂന്തൽ, ചെമ്മീൻ, ഇതൊക്കെ ഇഷ്ടം. ചെമ്മീൻ ഇല്ലായിരുന്നു, ഞാൻ പോയപ്പോഴത്തേക്ക് തീർന്നു പോയി. പിന്നെ കൂന്തലും മേടിച്ച്, കുറച്ച് നല്ല നെയ്മീനും മേടിച്ച്.
അതും മേടിച്ച് അതെല്ലാം കൂടി എടുത്ത് വെച്ച് കൂന്തൽ നന്നാക്കിയിട്ടില്ല, മടി. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കരണ്ടും പോയി, അപ്പോഴത്തേക്കും അത് എടുത്ത് മാറ്റി വെച്ച്. പിന്നെ എന്താക്കി, കുറച്ച് പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിനകത്തോട്ട് കവറിനകത്താക്കി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച്. ഞാൻ കുറച്ച് കിറ്റും മേടിച്ചു, ഈ പച്ചക്കറി സാമ്പാർ കിറ്റും മേടിച്ചു. അല്ലാതെ വെണ്ടയ്ക്ക ഇങ്ങനത്തെ, പിന്നെ കൂണ് മേടിച്ചിട്ടോ. കൂണും ഭയങ്കര ഇഷ്ടമാണ് അമ്മൂന്. അപ്പോൾ കൂണും കൂടി മേടിച്ച്, കൂർക്കയൊക്കെ എല്ലാവർക്കും ഇഷ്ടം. കൂർക്കയും മേടിച്ച്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അതെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്താക്കി, ഒരു ഗ്ലാസ് ചായ വെച്ച്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കരണ്ട് പോയി കേട്ടോ. ഞാൻ കരണ്ട് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും എന്താക്കി, നല്ല കട്ട തൈര് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കടയിൽ നിന്ന്. നല്ല അതും കൂടി ഒഴിച്ച് വെച്ച്. എനിക്ക് ഈ പാക്കറ്റ് തൈരാകുമ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ പുളിയായിരിക്കും. ഞാൻ ടൗണിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മേടിക്കും കേട്ടോ. തൈര് ഇങ്ങനെ മേടിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പുളി ഉണ്ടാവില്ല. നമ്മൾ അപ്പം എടുത്ത് പുറത്ത് വെക്കാതെ അപ്പം തന്നെ എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെച്ചാൽ ഒട്ടും പുളി ഉണ്ടാവില്ല. വെറുതെ തൈര് തിന്നാം, നല്ല ടേസ്റ്റ് അതിന്, നല്ല കട്ട തൈര്. അതും എടുത്ത് വെച്ച് പിന്നെ എന്തൊക്കെ, ഒരു ഗ്ലാസ് ചായ. വൈകുന്നേരമായി, കുളിച്ചിട്ടില്ല, വൈകുന്നേരമായി. പിന്നെ ഒരു ഗ്ലാസ് ചായ മാത്രം എടുത്ത് കുടിച്ചിട്ടോ. കടി ഉണ്ടായിരുന്നു, ഒന്നും കഴിക്കാനൊന്നും തോന്നിയില്ല, വെയിലും. പിന്നെ എനിക്ക് പനിയും തുടങ്ങി. എന്നിട്ട് ചായയും കുടിച്ച് കരിവാരിച്ചൊരു വിധമായി ഞാൻ നടന്ന്. പിന്നെ എന്താക്കി, കുറച്ച് മീൻ ഞങ്ങൾക്ക് വൈകുന്നേരത്തേക്കുള്ള വറക്കാൻ വേണ്ടി എടുത്തും വെച്ച്. ഇത്രയേ ഉള്ളൂ വീഡിയോസ്.